അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചൂര ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയുണ്ട്, ഉള്ളിയുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മറ്റേ സാധാ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരിത്തിരി ഉലുവാപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പുണ്ട്, എണ്ണയുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും, ഈ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനകത്തേക്ക് ഈ തക്കാളി ഇടണേണ്. ഒരു തക്കാളിയാണ് അരിഞ്ഞ് വെച്ചേക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇത് ഞാനൊരു ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഈ ഒരു 3 പച്ചമുളകും 2 ഉള്ളിയും കൂടി ഞാൻ ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. വേപ്പല വഴണ്ടിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചേക്കണത് അതിനകത്തോട്ട് ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനത് അരച്ചത് ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റണം കേട്ടോ. ഇതാ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ. മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ഈ പൊടികളെല്ലാം ഇടണം കേട്ടോ. മുളക് പൊടി, കാശ്മീരി എരിവെള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഇതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി. അരപ്പക്കം മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിക്കാൻ പോണേ കേട്ടോ. ഒരു ബൗൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചേക്കണ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. അരപ്പ് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മീനൊക്കെ ഇതിനകത്തോട്ടൊന്ന് പെറുക്കിയിട്ടുണ്ട്. നന്നായിട്ട് തിളക്കണവരെ, തിളച്ച് പറ്റണവരെ ഒന്ന് അടച്ചു വെക്കാം. തുറന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ നേരത്തെ ഒന്ന് തുറന്ന് ചിറ്റിച്ചൊക്കെ വെച്ചിട്ടുണ്ടായി. കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് വെച്ചാൽ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ചേർക്കണത്. ഇപ്പോഴാണ് ഇത് ചേർക്കേണ്ടത്. അത് ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി നമുക്ക് ബാക്കി കുറച്ച് വേപ്പില ഞാൻ എടുത്ത് വെച്ചത്, വേപ്പിലയും കൂടി ഇടുന്നുണ്ട്. വെളിച്ചെണ്ണ വേണ്ടവർക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യം. മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യട്ടാ.